നിലമ്പൂരിൽ കരയുദ്ധം ശക്തമാണ്. മുന്നണികൾ പരസ്പരം പോർവിളിക്കുന്നു. ആര് ജയിക്കും, ആര് തോൽക്കും? എൻ്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ ദിവസം നിലമ്പൂര് പോയിരുന്നു. അദ്ദേഹം ഇന്ന് രാവിലെ എന്നോട് ഫോണിൽ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ഈ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഇവിടെ അൻവർ തൂത്തുവാരും. കാരണം നിരവധി വാഹനങ്ങൾ, റോഡ് മുഴുവൻ, നിരത്ത് മുഴുവൻ, അതായത് മണ്ഡലം മുഴുവൻ അൻവർ PV അൻവറിന് മാത്രമാണ് ഈ ശക്തിയേറിയ പ്രചാരണം നടക്കുന്നത്. അൻവർ അതുകൊണ്ട് വിജയിക്കുമെന്നാണ് നിലമ്പൂര് വിധി എഴുതാൻ പോകുന്നത്. നിലമ്പൂർ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ആണ് എനിക്ക് തോന്നുന്നതെന്നാണ് ആ സ്നേഹിതൻ പറഞ്ഞത്. പക്ഷേ കണക്കുകൂട്ടലുകൾ അങ്ങനെയല്ല. മുന്നണികളുടെ തമ്മിൽ തർക്കമുണ്ട്. മുന്നണികൾ തമ്മിൽ പോർ വിളിക്കുന്നുണ്ട്. അൻവർ ഒരു വശത്ത് നിന്ന് ആര്യടൻ ഷൗക്കത്തിനെ ആക്രമിക്കുന്നുണ്ട്. അൻവറിന് ജനപിന്തുണയുണ്ടെന്ന് അൻവർ തന്നെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതാണ് ആ മണ്ഡലത്തിൽ കാണുന്നത്. എന്നാൽ UDFന്റെ പ്രചരണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? UDF കണക്ക് കൂട്ടുന്നത് ഇങ്ങനെയാണ്. തൊട്ട് മുന്നേ നടന്ന പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച പ്രിയങ്ക ഗാന്ധി ഏകദേശം 65,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നിലമ്പൂരിൽ നേടിയിരുന്നു. വയനാട് മണ്ഡലത്തിൽപ്പെട്ടതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. അപ്പോൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഏകദേശം 65,000 വോട്ടുകൾ പ്രിയങ്ക ഗാന്ധി സ്വന്തമാക്കിയത് കൊണ്ട് 1,50,000 താഴെ മാത്രം വോട്ടർമാരുള്ള നിലമ്പൂരിൽ ഇത്രയധികം വോട്ടുകൾ ആര്യടൻ ഷൗക്കത്തിന് ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ആര്യടൻ ഷൗക്കത്ത് വിജയിക്കും. ഒന്നാമത് വോട്ട് കണക്കുകൂട്ടലിൽ UDF കരുതുന്നത് അങ്ങനെയാണ്. സ്വരാജിന്റെ കാര്യത്തിലാണെങ്കിൽ ഇടതുമുന്നണി പറയുന്നത് എന്താണ്? ഞങ്ങളുടെ വികസന പ്രവർത്തനത്തിൽ 1,800 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഞങ്ങൾ നടത്തിയത് കൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഇതാണ് 3 ഘടകങ്ങൾ. PV അൻവറിന്റെ ഒരു ഘടകം, 2 UDF, 3 LDF. ഇനി ഇതിന്റെ താരതമ്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. UDF എന്തൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്, എന്തൊക്കെയാണ് പുലമ്പുന്നത്, മണ്ഡലത്തിൽ എന്തൊക്കെ നുണകളാണ് പ്രചരിപ്പിക്കുന്നത്? ഒന്നാമത് നോക്കുകയാണെങ്കിൽ UDF പറഞ്ഞത് എന്താണ്? കൈക്കൂലി പണമാണ് ക്ഷേമനിധി പെൻഷൻ കൈക്കൂലി പണമാണ്, വോട്ടർമാരെ വശീകരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് നിലമ്പൂരിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കി UDF തന്നെ ആ ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോയി. അത് എന്തുമാത്രം ശുദ്ധ ഭോഷ്കാണ് പറഞ്ഞതെന്ന് KC വേണുഗോപാലിനും മനസ്സിലായി, VD സതീശനും മനസ്സിലായി, ഈ ഷാഫി കൂട്ടത്തിനും മനസ്സിലായി. അവർ ആ പ്രചരണത്തിൽ നിന്ന് പിന്നോട്ട് പോയി. രണ്ടാമത് ഉയർത്തിക്കൊണ്ടുവന്ന എന്താണ്? പന്നിക്കണിയിൽ ഷോക്കേറ്റ് മരിച്ച 15കാരൻ അത് ബലിയാടാണ്, രക്തസാക്ഷിയാണ്, പാർട്ടി CPM ചെയ്തു വെച്ചതാണ് എന്ന് പറഞ്ഞ് പരത്തി നടന്നു. പക്ഷേ എന്തായി? ആര്യടൻ ഷൗക്കത്തിന്റെ വലങ്കയായ വിനീഷ് എന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ആ പന്നിക്കണി വെച്ചതെന്നും KSEBിയിൽ നിന്ന് അനധികൃതമായി ലൈൻ വലിച്ചാണ് പന്നിക്കണി സ്ഥാപിച്ചതെന്നും തെളിഞ്ഞു. അപ്പോഴേക്കും UDF ആ പ്രചരണവും വിട്ടു. തീർന്നില്ലേ? വെടി തീർന്നില്ലേ? അടുത്തൊരു പെട്ടി വിവാദം, പാതിരാപ്പെട്ടി വിവാദം കൊണ്ടുവന്നത് എന്തിനാണ്? കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരു നീലപ്പെട്ടി വിവാദം കൊണ്ടുവന്നു. അതുപോലെ ഇവിടെ പാതിരാപ്പെട്ടി ഞങ്ങളെ മാത്രമേ പരിശോധിക്കുന്നുള്ളൂ, പിണറായി വിജയന്റെ പോലീസാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന വെല്ലുവിളി മറ്റൊരു തരത്തിൽ. എന്നാൽ അതും പൊട്ടി തരിപ്പണമായി. അതിന്റെ തിരക്കഥ എഴുതിയത് VD സതീശനായിരുന്നു. VD സതീശൻ തൊടുന്നതൊക്കെ അമ്പേ പാളി പോവുകയാണ് ഇപ്പോൾ. VD സതീശന്റെ ആ തിരക്കഥയും പൊട്ടി. കാരണം എന്താണ്? MP K രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ മറ്റ് നേതാക്കളെയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം പോലീസ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും ചേർന്ന് വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോഴതും നിർത്തിവെച്ചു. ഇനി അടുത്ത് കൊണ്ടുവരുന്ന ഒരു ആരോപണമുണ്ട്. സ്വരാജിന്റെ ഭാര്യയ്ക്ക് കണ്ണൂർ സർവകലാശാല ഡോക്ടറേറ്റ് നൽകിയത് വഴിവിട്ടാണെന്ന്. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അവർ ഡോക്ടറേറ്റ് എടുത്തത് എന്ന ഒരു ആരോപണമാണ് നിലമ്പൂരിൽ കത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ വാസ്തവം എന്താണ്? ഇങ്ങനെ ബ്രേക്ക് വന്നാൽ, പഠനത്തിൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ പിഴ കൊടുത്ത് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള നിയമം കണ്ണൂർ സർവകലാശാലയിലുണ്ട്. അവരത് കണ്ടിന്യൂ ചെയ്തു. സരിതമേനോത് കണ്ടിന്യൂ ചെയ്തു. 1 ലക്ഷം രൂപ ഫീസ് അടച്ചു. അവർ പ്രബന്ധം സമർപ്പിച്ചു. അവർക്ക് പരിശോധന കഴിഞ്ഞ് ഡോക്ടറേറ്റ് ലഭിച്ചു. അതിനകത്ത് എന്ത് കളങ്കമാണുള്ളത് എന്ന് UDFകാർ ഇനി തപ്പി നടക്കുകയാണ്. അങ്ങനെ UDF മണ്ഡലത്തിൽ അവതരിപ്പിച്ച, മുന്നോട്ട് വെച്ച ഈ ആരോപണങ്ങളൊക്കെ ഒന്നൊന്നായി അവർ തന്നെ പിൻവലിച്ച് അവർ തന്നെ പരാജയമടഞ്ഞു എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇത് ജനം മനസ്സിലാക്കുന്നുണ്ട്, അല്ലാതെ ജനം ഇത് കാണാതിരിക്കുന്നില്ല. ഇനി ആര്യടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി എന്താണ് പറഞ്ഞുകൊണ്ട് നടന്നത്? അവിടുത്തെ പുരോഗമന ആശയങ്ങളാണ് അദ്ദേഹം പറയുന്നതെങ്കിലും അവിടുത്തെ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അടച്ച് ആക്ഷേപിച്ചുകൊണ്ടും അവരുടെ മറ്റ് കാര്യങ്ങളിലേക്ക്, മതകാര്യങ്ങളൊക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നടന്ന ആര്യടൻ ഷൗക്കത്തിനെ അവരെങ്ങനെ വിജയിപ്പിക്കും? കോൺഗ്രസിനുള്ളിൽ തന്നെ ആര്യടൻ ഷൗക്കത്തിനെതിരെ പടയുണ്ട്. കോൺഗ്രസിനുള്ളിൽ തന്നെ VV പ്രകാശിനെ തോൽപ്പിച്ചത് ആര്യടൻ ഷൗക്കത്താണ്. VV പ്രകാശ് എന്ന മനുഷ്യന്റെ മരണത്തിന് ഉത്തരവാദി പോലും ആര്യടൻ ഷൗക്കത്താണെന്ന രഹസ്യമായും പരസ്യമായും ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ആര്യടൻ ഷൗക്കത്ത് എന്ന അനഭിമതനായ സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്യില്ല എന്ന് കോൺഗ്രസും UDFും തന്നെ പലരും പറയുന്നുണ്ട്. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചത് 2000 വോട്ടുകൾക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
അവരൊന്നും മറുപടിയില്ല. മുസ്ലിം ലീഗിന്റെ പരമ്പരാഗതമായ നിലപാടുകൾക്ക് വിഭിന്നമായി വി ഡി സതീശൻ മുൻകൈയെടുത്ത് ജമാഅത്തെ ഇസ്ലാമിയെ UDFന്റെ അസോസിയേറ്റ് കക്ഷിയാക്കി മാറ്റുമ്പോൾ മുസ്ലിം ലീഗിന് മിണ്ടാട്ടമില്ല. മുസ്ലിം ലീഗിന്റെ ഭൂരിഭാഗം വോട്ടും കോൺഗ്രസിന് ലഭിക്കുമെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് പാർലമെന്റ് മത്സരത്തിൽ പ്രിയങ്ക ഗാന്ധി വോട്ട് നേടി അല്ലെങ്കിൽ ഭൂരിപക്ഷം നേടി എന്ന കണക്കുകൂട്ടലും ആ പായസവും മനപ്പായസം ഉണ്ടലും UDFനും ഗുണം ചെയ്യില്ല. അതേ അവസരം LDF ക്യാമ്പിൽ നോക്കണം. ഒരു വ്യക്തിഹത്യയില്ല, ആരെക്കുറിച്ചും മോശമായി പറയുന്നില്ല, കൃത്യമായ കാര്യങ്ങൾ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. PV അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിർത്തി നിങ്ങൾ വിജയിപ്പിച്ചു. അദ്ദേഹത്തിന് 2 തവണ ഇടതുമുന്നണിയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു, CPMന്റെ പിന്തുണയുണ്ടായിരുന്നു. 1800 കോടി രൂപയുടെ വികസനത്തിന് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. മണ്ഡലത്തിൽ വികസനങ്ങൾ പകുതി വഴിക്ക് ഇട്ടുപോയാൾ, വഞ്ചന കാണിച്ചയാൾ, മണ്ഡലത്തോട് വഞ്ചന കാണിച്ചയാൾ, അയാൾ ഉയർത്തിക്കൊണ്ടുവന്ന 9 ആരോപണങ്ങളും പോലീസ് അന്വേഷിച്ചു, വിജിലൻസ് അന്വേഷിച്ചു, എന്നിട്ട് ഒരു തരമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആർക്കെതിരെയും ഒന്നുമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഇല്ലീഗൽ ബിസിനസ്സിന് കുടപിടിക്കാൻ ആരും നിന്നില്ല, സർക്കാർ തയ്യാറായില്ല. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച് പിണറായിസമെന്നും മരുമോനിസമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത്. അവസാനം എന്തായി? PV അൻവർ ഇപ്പോൾ ഏത് ഇസത്തിനെതിരെയാണ് സമരം ചെയ്യുന്നത്? VD സതീശനിസത്തെ. ജൂൺ 5-ാം തീയതി PV അൻവർ എന്താണ് പറഞ്ഞത്? സതീശനെ UDF കൺവീനറാക്കി വെച്ചിരുന്നാൽ UDF തകർന്ന് തരിപ്പണമാകുമെന്നാണ്. ചുരുക്കത്തിൽ VD സതീശനെതിരെയാണ് PV അൻവർ പോരാട്ടം നടത്തുന്നത്, സർക്കാരിനെതിരെയല്ല. അതുകൊണ്ട് PV അൻവറിന്റെ ആരോപണങ്ങളെ മുനയൊടിച്ചു. അതുപോലെ തന്നെ UDFന്റെ ആരോപണങ്ങളുടെ തനിയെ ഒടിയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, ഇന്നലെ അവിടെ സഞ്ചരിച്ച എൻ്റെ സുഹൃത്തിനോടും ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതാണ്, അവിടെ ഉറപ്പ് വിജയം M സ്വരാജിന് തന്നെയാണ്. കാരണം നിലമ്പൂരിലെ ജനങ്ങളെ കാലാകാലങ്ങളായി മണ്ടന്മാരാക്കി വെക്കാമെന്ന ഒരു ധാരണ ആർക്കുണ്ടായിരുന്നു? ആര്യാടൻ മുഹമ്മദിനും ഉണ്ടായിരുന്നു, UDFനും ഉണ്ടായിരുന്നു. അത് പൊളിച്ചെഴുതിയത് ഇടതുമുന്നണിയുടെ സഹായത്തോടെ PV അൻവർ ആയിരുന്നു. PV അൻവറിന്റെ അബദ്ധജടിലമായ ആരോപണങ്ങളും നുണപ്രചരണങ്ങളും തെറ്റാണെന്ന് നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. UDFന് വോട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. ഏതു പാർട്ടിയെയും വർഗീയ സംഘടനയെയും മത രാഷ്ട്രവാദികളെയും വരെ ഒപ്പം നിർത്തി വോട്ടിന് വേണ്ടി എന്തംഗവും കാണിക്കാൻ മടിക്കാത്ത വ്യക്തിയാണ് VD സതീശനെന്നും അയാളുടെ സ്ത്രൈണത പങ്കിളി രാഷ്ട്രീയത്തിന് നിലമ്പൂരിനെ കൊണ്ട് കൊടുക്കാൻ കഴിയുകയില്ല എന്ന് നിലമ്പൂരിലെ ജനം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ M സ്വരാജിനായിരിക്കും വിജയമുറപ്പ്. നിലമ്പൂർ വിധി എഴുതും ജൂൺ 19-ന്. M സ്വരാജ് വേണം ഞങ്ങളെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ പോകാനെന്ന്.